ADM നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കണമെന്ന ഹർജിയിൽ CBIയോടും സർക്കാരിനോടും റിപ്പോർട്ട് തേടി ഹൈക്കോടതി. കേസ് ഡയറി ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം. കൊലപാതകമെന്നാണോ സംശയിക്കുന്നതെന്ന് കോടതി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ കൊണ്ട് പ്രയോജനമില്ലെന്ന് കത്തോലിക്ക സഭ. മുനമ്പം നിവാസികളെ രക്ഷിക്കാനെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം മാത്രമെന്ന് ദീപികയിൽ മുഖപ്രസംഗം. സഭയുടെ നിലപാടാണ് ദീപിക പറഞ്ഞതെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ശബരിമല 18ാം പടിയിൽ ഫോട്ടോഷൂട്ട് നടത്തിയ പോലീസുകാർക്ക് നല്ല നടപ്പിന് തീവ്ര പരിശീലനം. ശബരിമല ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങിയ പോലീസുകാർക്ക് കണ്ണൂർ ക്യാമ്പിലേക്ക് പോകാൻ നിർദ്ദേശം. ആചാര ലംഘനമാണെന്ന് അറിഞ്ഞില്ലെന്ന വിശദീകരണം തള്ളി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇനി ട്വിസ്റ്റ് ഉണ്ടാവില്ല. രണ്ടാമതും മർദ്ദനമേറ്റെന്ന പരാതിയിൽ ഉറച്ച് യുവതി. ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും രാഹുൽ മർദ്ദിച്ചെന്ന് പിതാവ്. ശേഷം ആംബുലൻസിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നു. ഉപാധികൾ മുന്നോട്ട് വെച്ച് ഏക്നാഥ് ഷിൻഡെ. മഹായുതി കൺവീനർ പദവിയും മകന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും വേണം. ഷിൻഡെയുടെ ഉപാധികൾ അംഗീകരിക്കാൻ സാധ്യത. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നോഡൽ ഓഫീസറെ നിയമിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. പരാതിക്കാർ നേരിടുന്ന അധിക്ഷേപങ്ങൾ നോഡൽ ഓഫീസറെ അറിയിക്കാം. മൊഴി നൽകിയവർക്ക് ഭീഷണിയുണ്ടെന്ന് WCC. ബംഗാൾ ചുഴലിക്കാറ്റിനെ നേരിടാൻ മുൻകരുതലുമായി തമിഴ്നാട്. ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട്. ന്യൂനമർദ്ദം ഇന്ന് ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ഇസ്രായേൽ മന്ത്രിസഭ കരാർ അംഗീകരിച്ചതിന് പിന്നാലെ പ്രഖ്യാപനം നടത്തി അമേരിക്ക. കരാർ ലംഘിച്ചാൽ തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പ്.